നമസ്കാരം. സ്മാർട്ട് വർക്കേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് നമ്മുടെ PSC മത്സര പരീക്ഷകളിൽ റീസണിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന മിറർ ഇമേജ്, അതായത് ക്ലോക്കിന്റെ ഭാഗത്തിൽ വരുന്ന മിറർ ഇമേജ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ്. PSC മത്സര പരീക്ഷകളിൽ മിറർ ഇമേജ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് 1 മാർക്ക് സ്ഥിരമായിട്ടും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ആ മിറർ ഇമേജ് എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു കണക്കാണ്, ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ പ്രതിഫലിച്ച് കണ്ടപ്പോൾ 8:30 ആണ്. എന്നാൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര? അതായത് ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് തന്നിരിക്കുന്ന സമയം 11നേക്കാൾ ചെറുതാണ് എന്നാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12, അതായത് 11:60 എന്നതിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന സമയത്തെ കുറയ്ക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ 8:30 എന്നല്ലേ തന്നിരിക്കുന്നത്. 8:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 11:60 നിന്ന് 8:30 കുറയ്ക്കും. ഓക്കെ. അപ്പോൾ 11:60 നിന്ന് 8:30 കുറച്ച് നോക്കിയേ. അതായത് 60 നിന്ന് 30 കുറച്ചാൽ എത്രയാണ്? 30. അതുപോലെ തന്നെ 11 നിന്ന് 8 കുറച്ചാലോ? 3. അതായത് 3:30 എന്ന് കിട്ടും. അപ്പോൾ യഥാർത്ഥ സമയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3:30 ആയിരിക്കും. ഓക്കെ. അതായത് തന്നിരിക്കുന്ന സമയം 11നേക്കാൾ ചെറുതാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കും. ഇവിടെ 8:30 എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് 11:60 നിന്ന് നമ്മൾ 8:30 കുറച്ചു. 11:60 നിന്ന് 8:30 കുറച്ചാൽ എത്ര കിട്ടും? 3:30 എന്ന് കിട്ടും. അതായത് യഥാർത്ഥ സമയം എന്ന് പറയുന്നത് 3:30 ആയിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കണക്ക് നോക്കിക്കേ. ഒരു ക്ലോക്കിലെ 9:20 എന്ന സമയം കാണിക്കുമ്പോൾ ക്ലോക്കിലെ പ്രതിബിംബത്തിൽ കാണിക്കുന്ന സമയം എത്ര? ഒരു ക്ലോക്ക് 9:20 എന്ന സമയം കാണിക്കുമ്പോൾ ക്ലോക്കിലെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര? ഇവിടെ എന്താണ്? 9:20 എന്ന് പറഞ്ഞാൽ 11നേക്കാൾ ചെറുതല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? 11:60 നിന്ന് കുറയ്ക്കും. അപ്പോൾ 11:60 നിന്ന് 9:20 കുറച്ച് നോക്കിയേ. 60 നിന്ന് 20 കുറച്ചാൽ 40. അതേപോലെ തന്നെ 11 നിന്ന് 9 കുറച്ചാലോ? 2. അതായത് 2:40. അപ്പോൾ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്രയായിരിക്കും? 2:40 ആയിരിക്കും. ഓക്കെ. അതായത് തന്നിരിക്കുന്ന സമയം 11നേക്കാൾ ചെറുതായതുകൊണ്ട് 11:60 നിന്ന് കുറയ്ക്കുന്നു. 11:60 നിന്ന് 9:20 കുറച്ച് കഴിഞ്ഞാൽ 2:40 എന്ന് കിട്ടും. അപ്പോൾ പ്രതിബിംബം കാണിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 2:40 ആയിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ 11നേക്കാളും കൂടുതലാണ് തന്നിരിക്കുന്ന സമയമെങ്കിൽ എന്താ ചെയ്യാമെന്ന് നമുക്ക് നോക്കണ്ടേ? അതായത് 11 എന്ന് പറയുന്ന സംഖ്യയേക്കാളും കൂടുതലാണ് നമുക്ക് തന്നിരിക്കുന്ന സമയം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മിറർ ഇമേജ് കാണാൻ പറ്റുമെന്നൊന്ന് നോക്കണ്ടേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു കണക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ക്ലോക്കിലെ പ്രതിബിംബം ഒരു കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ സമയം 12:30 ആണ് എങ്കിൽ യഥാർത്ഥ സമയം എത്ര? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സമയം 11നും 1നും ഇടയിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ, അതായത് 23:60 അതിൽ നിന്ന് തന്നിരിക്കുന്ന സമയത്തെ കുറയ്ക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ 12:30 അല്ലേ, അതായത് 11നും 1നും ഇടയിലല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? 23:60 നിന്ന് കുറയ്ക്കും. അപ്പോൾ 23:60 നിന്ന് 12:30 കുറച്ച് നോക്കിയേ. 60 നിന്ന് 30 കുറച്ചാൽ 30. 23 നിന്ന് 12 കുറച്ചാലോ? 11. അതായത് 11:30. അപ്പോൾ യഥാർത്ഥ സമയം എത്രയാണ്? 11:30 ആയിരിക്കും. ഓക്കെ. അപ്പോൾ തന്നിരിക്കുന്ന സമയം 11നും 1നും ഇടയിലാണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കും. ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു കണക്കിലേക്ക് പോവാം. ഒരു ക്ലോക്ക് 12:20 എന്ന സമയം കാണിക്കുന്നു എങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എത്ര? അപ്പോൾ ഇവിടെ സമയം എത്രയാണ്? 12:20. അത് 11നും 1നും ഇടയിലല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? 23:60 നിന്ന് കുറയ്ക്കും. ഓക്കെ. അപ്പോൾ 23:60 നിന്ന് 12:20 കുറച്ച് നോക്കിയേ. 23:60 മൈനസ് 12:20. 60 നിന്ന് 20 കുറച്ചാൽ 40. 23 നിന്ന് 12 കുറച്ചാലോ? 11. അപ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എന്ന് പറഞ്ഞാൽ 11:40 ആയിരിക്കും. ഓക്കെ. അതായത് ക്ലോക്കിലെ സമയം 12:20 എന്നാണ് കാണിക്കുന്നത്. അത് 11നും 1നും ഇടയിലായതുകൊണ്ട് 23:60 നിന്ന് 12:20 കുറയ്ക്കുന്നു. 23:60 നിന്ന് 12:20 കുറച്ചാൽ 11:40 എന്ന് കിട്ടും. അപ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയമാണ് 11:40.
ഓക്കെ. അപ്പോൾ ക്ലോക്കിലെ മിറർ ഇമേജ് എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ചല്ല നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇനി ക്ലോക്കിലെ തന്നെ കോണളവ് എന്ന് പറയുന്ന വിഷയമുണ്ട്. അതായത് രണ്ട് സൂചികൾക്കിടയിലുള്ള കോണളവ്. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.